നമുക്ക് 20 മിനിറ്റ്സ് ഒരു കബാബ് ഉണ്ടാക്കിയാലോ. ഇതിന്റെ ലാസ്റ്റ് മീൽ പ്രിപ്പ് വീഡിയോ കാണിച്ച ഷീറ്റ് ഡോണർ കബാബിന്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി മറന്നു പോകാതിരിക്കാനായിട്ട് ഈ വീഡിയോ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചോ. ആദ്യൊരു പാത്രത്തിലേക്ക് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അരച്ച ബീഫ് എടുക്കുക. ഇപ്പൊ ഞാൻ കാലറി റെഡ്യൂസ് ചെയ്യാനായിട്ട് 5% ഫാറ്റുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒണിയൻ പേസ്റ്റ്, ഇത് പിന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ആൻഡ് കൊറിയാൻഡറും കൂടെ അടിച്ച പേസ്റ്റ് ആണ്. പിന്നെ ടൊമാറ്റോ പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിൽ നിന്നൊരു പോർഷൻ ഇങ്ങനെ ബേക്കിംഗ് പേപ്പറിലോട്ട് വെക്കുക. എന്നിട്ട് വേറെ ബേക്കിംഗ് പേപ്പറും കൂടെ മേളിൽ വെച്ചിട്ട് നന്നായി ഒരു പേപ്പർ കണക്കിന് നമ്മൾ പരത്തിയെടുക്കുക. നമ്മുടെ ആവശ്യത്തിന് ഫ്ലാറ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലെ മേളത്തെ ബേക്കിംഗ് പേപ്പർ മാറ്റിയിട്ട് 4-5 വട്ടം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്ത ഷീറ്റ്സ് എല്ലാം ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഇത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഷീറ്റൊക്കെ അൺറാപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കബാബൊക്കെ ഇങ്ങനെ ചെറിയ പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വട്ടം കൂടെ ഓവനിൽ 5 മിനിറ്റും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു പാനിലോട്ട് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷീറ്റ് പാൻ ഡോണർ കബാബ് റെഡിയായി. നമ്മൾ ഈ ഉണ്ടാക്കിയ കബാബ് കുറച്ച് റൈസിന്റെ കൂടെയും സാലഡിന്റെ കൂടെയും പെയർ ചെയ്ത ഒരു പെർഫെക്റ്റ് മീലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് റാപ്സും ഉണ്ടാക്കാം കേട്ടോ. ഇത്തരം കബാബ് ഒരുമിച്ച് കഴിക്കുന്ന ഒരിക്കലും ഹെൽത്തി അല്ല. നിങ്ങൾ ഇതിന്റെ പോഷൻ കൺട്രോൾ ചെയ്യുക. ഞാനിപ്പോൾ 3 മീലിലേക്കാണ് പോഷൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഹെൽത്തി റെസിപ്പീസിനായിട്ട് എൻ്റെ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.